രാജ്യത്ത് മിന്നൽ പരിശോധനയിലൂടെ രാജ്യത്തെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത് രാജ്യാന്തര ലഹരി വിപണിയിൽ വൻ പ്രിയമുള്ള ക്യാപ്റ്റഗൺ ഗുളികകളുടെ വലിയ ശേഖരം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിൽ ഒരു വലിയ ശേഖരം പിടികൂടുന്നത്. ഓപ്പറേഷൻ റേജ് പിൽ എന്ന് പേരിട്ട മിന്നൽ പരിശോധനയിലൂടെ ഏകദേശം 182 കോടി രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പിടിച്ചെടുത്തത്. രാജ്യത്തെ ലഹരി മുക്തമാക്കാനുള്ള നീക്കത്തിലെ നിർണായക ചുവടുവെപ്പാണിത് എന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുന്നു. രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ നീക്കത്തിലാണ് 227.7 കിലോഗ്രാം ക്യാപ്റ്റഗൺ ഗുളികകളും പൊടിയും കണ്ടെടുത്തത്. സംഭവവുമായി ബന്ധപ്പെട്ട ഒരു സിറിയൻ പൗരനെയാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന വലിയൊരു കടത്ത് ശൃംഖലയുടെ ഭാഗമാണിതെന്ന് ആഭ്യന്തര മന്ത്രാലയം സ്ഥിരീകരിച്ചു. ഇന്ത്യയെ ഒരു ഇടനാഴിയായി ഉപയോഗിക്കുന്നു. മറ്റു വിദേശ രാജ്യങ്ങളിലേക്ക് ലഹരി എത്തിക്കാനായിരുന്നു സംഘത്തിന്റെ നീക്കം. മോദി സർക്കാർ മയക്കുമരുന്ന് രഹിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കാണ് നീങ്ങുന്നത്. ജിഹാദി മയക്കുമരുന്ന് എന്ന് വിളിക്കപ്പെടുന്ന ക്യാപ്റ്റഗണിന്റെ ഇന്ത്യയിലെ ആദ്യത്തെ ഏറ്റവും വലിയ വേട്ടയാണിത്. NCBയിലെ ജാഗ്രതയുള്ള ഉദ്യോഗസ്ഥരെ ഞാൻ അഭിനന്ദിക്കുന്നുവെന്ന് അമിത്ഷാ എക്സിൽ കുറിച്ചു. ഭീകര സംഘടനകൾക്കും സായുധ സംഘങ്ങൾക്കും ഫണ്ട് കണ്ടെത്താനുള്ള പ്രധാന മാർഗമായി ക്യാപ്റ്റഗൺ വ്യാപാരത്തെ അന്താരാഷ്ട്ര ഏജൻസികൾ കാണുന്നതിനാലാണ് ഇതിനെ ജിഹാദി മയക്കുമരുന്ന് എന്ന് വിളിക്കുന്നത്. 1960കളിൽ കുട്ടികളിലെ ശ്രദ്ധാവൈകല്യങ്ങൾക്കും മറ്റും ചികിത്സയായി വികസിപ്പിച്ച ഫെനത്തിലൈൻ ആണ് ഇതിന്റെ ബേസ്. പിൽക്കാലത്ത് ആസക്തി വർദ്ധിപ്പിക്കുന്നതിനാൽ ഇത് നിരോധിക്കുകയായിരുന്നു. അതിശക്തമായ ഉത്തേജക മരുന്നാണിത്. ഇത് ഉപയോഗിക്കുന്നവർക്ക് ദീർഘനേരം ഉറക്കമില്ലാതെ ഇരിക്കാനും വിശപ്പ് അനുഭവപ്പെടാതിരിക്കാനും അമിതമായ ആക്രമണോത്സുകത പ്രകടിപ്പിക്കാനും സാധിക്കും. സിന്തറ്റിക് ഉത്തേജകങ്ങൾ ചേർത്താണ് നിയമവിരുദ്ധ വിപണിയിൽ ഇത് നിർമ്മിക്കുന്നത്. ഉൽപാദന ചിലവ് കുറവാണ്, പക്ഷെ വിപണിയിൽ ഇതിന് വലിയ ഡിമാൻഡാണുള്ളത്. പിടികൂടിയ സിറിയൻ പൗരന്റെ ഹവാല ബന്ധങ്ങളെക്കുറിച്ചും ഇയാൾക്ക് ഇന്ത്യയിലുള്ള പ്രാദേശികമായ സഹായങ്ങളെക്കുറിച്ചും NCB വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ലഹരി കടത്തുകാർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത സീറോ ടോളറൻസ് നയമാണ് സർക്കാർ സ്വീകരിക്കുന്നത് എന്ന് ഈ ഓപ്പറേഷനിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുകയാണ്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആ സ്ഥാനത്തിരിക്കാൻ ഏറ്റവും അർഹനായ വ്യക്തി തന്നെയാണ്. മാവോയിസ്റ്റ് മുക്ത ഭാരതം എന്ന ലക്ഷ്യം 99% രാജ്യം നേടിക്കഴിഞ്ഞു. അതിനുശേഷം മറ്റൊന്ന്, നുഴഞ്ഞുകയറ്റക്കാരെ ഭാരതത്തിലേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഉഗ്രശാസനം. അതിന്റെ ഒപ്പം തന്നെയാണ് ലഹരിമുക്ത ഭാരതം എന്ന അടുത്ത ഉഗ്രശാസനത്തിലേക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കടന്നിരിക്കുന്നത്. എന്തായാലും ഭാരതം അതിനെ ശുദ്ധി കലശം ചെയ്തെടുക്കാൻ തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിലുള്ള കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഉറച്ച തീരുമാനം. അതിൽ അദ്ദേഹം വിജയിക്കുമെന്നുള്ള കാര്യം 100% ഉറപ്പുമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.